ഹലോ, ഒരു കംബാക്ക് വീഡിയോ ഇട്ടതിന് ശേഷം പിന്നെ കണ്ടില്ല അല്ലേ? ദാ വീണ്ടും എത്തിയിരിക്കുകയാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ 2-3 ദിവസമായിട്ട് ബെഡ് റെസ്റ്റ് ആയിരുന്നു ഗൈസ്. ഒട്ടും വയ്യ. പനി, കയ്യും കാലും ഒക്കെ നല്ല വേദന, പിന്നെ ശരീരമാസകലം ഒരു ചൊറിച്ചിൽ, നല്ല വിശപ്പ്, വിശപ്പിൻ്റെ കൂടെ ചെറുതായിട്ടൊരു ഇളക്കം കൂടാൻ. എന്താ ചെയ്യുക? അങ്ങനെ 2 ദിവസം കൂടെ എക്സ്ട്രാ ലീവായി. ഈ പോർഷൻസ് ഒക്കെ ഞാൻ എങ്ങനെ എടുത്ത് തീർക്കും എന്ന് എനിക്കൊരു പിടിയുമില്ല. ഉച്ചയ്ക്കൊരു 3 മണിക്ക് ശേഷം ഒന്ന് ഉഷാറായപ്പോൾ വേഗം പോയി കുളിച്ചു. കുളിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ പാതി ക്ഷീണം അങ്ങ് മാറിയതുപോലെ തോന്നി. അപ്പോഴാണ് ഞാൻ ഓർത്തത്, ഇതൊന്നും നിങ്ങളെ കാണിച്ചില്ലല്ലോ എന്ന്. വീട്ടിൽ ഹാളിൽ ഇപ്പം ഇത്രയും വലിയൊരു മ്യൂറൽ പെയിൻറ്റിങ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഹാളിൽ മാത്രമല്ല, നമ്മുടെ പല ഏരിയാസിലും രേഷേട്ടൻ്റെ ഓൺ വർക്ക് കുറച്ചെണ്ണം ഉണ്ട്. രേഷേട്ടൻ്റെ വർക്ക് കാരണം ഇതിലങ്ങോട്ട് അധികം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എന്തായാലും ഇനി അങ്ങോട്ട് ഇതിലും കൂടെ കുറച്ച് കോൺസെൻട്രേഷൻ കൂടുതൽ കൊടുക്കാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഇതാണ് രേഷേട്ടൻ്റെ വർക്ക്. നല്ല രസമാണ് കാണാനായിട്ട്. ഇപ്പം എല്ലാ വീട്ടിലും ഒരു മ്യൂറൽ പെയിൻറ്റിങ് നിർബന്ധമാണല്ലോ. അങ്ങനെ കുറച്ച് ഉഷാറായപ്പോൾ കുറച്ചുകൂടി എനർജി കൂട്ടാനായിട്ട് ഞാൻ കോഫിയാണ് കുടിക്കുന്നത് കേട്ടോ. ഇതാണ് നമ്മുടെ കണ്ടസ്റ്റൻ്റ് നമ്പർ 1, പനി പിടിച്ച ആദ്യത്തെ ആൾ, പനി പിടിച്ച രണ്ടാമത്തെ ആൾ ആൻഡ് പനി പിടിച്ച മൂന്നാമത്തെ ആൾ. ഞങ്ങൾക്ക് 3 പേർക്കും ശരിക്കും നന്നായി വയ്യാണ്ടായി. ശ്രീകുട്ടനും വയ്യായിരുന്നു, പക്ഷെ പനി ഉണ്ടായിരുന്നില്ല, ചുമ മാത്രമായിരുന്നു. അതുകൊണ്ട് എക്സാം മിസ്സാക്കണ്ട എന്ന് വിചാരിച്ച് അവനെ സ്കൂളിലേക്ക് വിട്ടു കേട്ടോ. ഈ പനി വന്നതിന് ശേഷം ഭയങ്കര വിശപ്പാണെന്നേ. ചോറുണ്ട് 5 മിനിറ്റ് കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും കഴിക്കണം, അല്ലെങ്കിൽ ഒരു ആസിഡ് ഇങ്ങനെ ഇറങ്ങുന്ന പോലെ അത്രയ്ക്കധികം വിശപ്പായിരുന്നു. എന്താ സംഭവം എന്ന് എനിക്ക് ഒട്ടും അറിയില്ല. നല്ല പോലെ വിശപ്പായിരുന്നു. സ്റ്റിൽ ഞാൻ ഈ റെക്കോർഡ് ചെയ്യുമ്പോഴും എനിക്ക് വിശക്കുന്നുണ്ട്. സ്കൂളിൽ പോകുമ്പോൾ ഈ വിശപ്പ് ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. അതിൻ്റെ ഇടയിലൂടെ എനിക്കൊരു ആഗ്രഹം, മുടി അങ്ങോട്ട് മുറിച്ചാലോ എന്ന്. കാരണം മുടി ഇങ്ങനെ കോല് പോലെ നീണ്ട് കിടക്കുക. 1 വർഷമായിട്ട് അങ്ങനെ കട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ മുടി അങ്ങ് മുറിച്ചാലോ എന്ന് വിചാരിച്ച പാടെ കത്രിക എടുത്തിട്ട് വന്നു, കട്ട് ചെയ്തു, അറഞ്ചം മുറഞ്ചം വെട്ടി. ഇപ്പം അത്യാവശ്യം നന്നായിട്ട് ലെങ്ത്ത് കുറഞ്ഞതായിട്ടൊരു സംശയമുണ്ട്. എന്തായാലും വീട്ടിൽ രേഷേട്ടൻ്റെയും അമ്മയുടെയും വായിലിരിക്കുന്നത് കൂടെ കേൾക്കാം. നിങ്ങളുടെ വീട്ടിലും അമ്മമാർ മുടി വെട്ടണമെന്ന് പറഞ്ഞാൽ എന്നാൽ പിന്നെ മുട്ടയടിച്ചേക്ക് എന്ന് പറയുന്ന കൂട്ടത്തിലുള്ളതാണോ? എൻ്റെ അമ്മയും അതെ, എൻ്റെ അമ്മായിയമ്മയും അതെ, സെയിം കാറ്റഗറിയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് വായിലിരിക്കുന്നതൊക്കെ കേൾക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കേട്ടിട്ട് വരാം. ടാറ്റ, ബൈ ബൈ, സീ യു.